ശ്രീകൃഷ്ണ ഒരത്ഭുതമാണ്. അദ്ദേഹത്തെ ഒരു അത്ഭുതമാക്കി മാറ്റുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്ന്, സാഹചര്യം എന്തായിരുന്നാലും അദ്ദേഹത്തിന് ബാലൻസ് നഷ്ടമാകുന്നില്ല എന്നുള്ളതാണ്. പറയാൻ എളുപ്പമാണ്, സാഹചര്യം എന്തായിരുന്നാലും ബാലൻസ് നഷ്ടമാകാതിരിക്കുക. പക്ഷെ അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. നമ്മളും ചിലപ്പോൾ ഇത് പറയുന്നുണ്ടാവും. പക്ഷെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മളും മാറുന്നു. ഓരോരുത്തരും ഓരോ രീതിയിലാണ് റിയാക്ട് ചെയ്യുക. ചിലർക്ക് വല്ലാതെ ദേഷ്യം വരും, ചിലർക്ക് വല്ലാതെ വിഷമം വരും, ചിലർക്ക് ടെൻഷൻ വരും. ഏത് സാഹചര്യമായിരുന്നാലും എപ്പോഴും ഒരുപോലെ ഇരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. ശ്രീകൃഷ്ണനാണെങ്കിൽ എപ്പോഴും ബാലൻസ് ഉണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഏത് സാഹചര്യത്തിലും പുഞ്ചിരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. മഹാഭാരത യുദ്ധം അവസാനിച്ചു. പാണ്ഡവർ ഹസ്തിനപുരിയിലെത്തി. കൗരവരുടെ അച്ഛനും അമ്മയും, ധൃതരാഷ്ട്രയും ഗാന്ധാരിയും രണ്ടുപേരും ഓരോരോ പാണ്ഡവരെ വധിക്കാൻ ശ്രമിക്കുന്നു. രണ്ടുപേരും പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഗാന്ധാരി അബദ്ധത്തിലാണെങ്കിലും സ്വന്തം മകനെ വധിക്കുന്നു. സത്യത്തിൽ ശ്രീകൃഷ്ണൻ ഇടപെട്ടതുകൊണ്ടാണ് യുധിഷ്ഠിരൻ രക്ഷപ്പെടുന്നതും ഗാന്ധാരി സ്വന്തം മകനെ വധിക്കുന്നതും. കൗരവരുടെ അച്ഛനും അമ്മയും പാണ്ഡവരുടെ അമ്മയും സന്യാസം സ്വീകരിക്കുന്നു. അവർ വനത്തിലേക്ക് പോകുന്നു. വനത്തിലേക്ക് പോകുന്നതിന് മുൻപായി ഗാന്ധാരി കൃഷ്ണനെ കാണുന്നു. ഗാന്ധാരി കൃഷ്ണനോട് പറയുന്നത് ഇതാണ്: നീ ഒരാളാണ് കുറ്റവാളി, യഥാർത്ഥ കുറ്റവാളി. നീ ഒരാൾ മാത്രമാണ് ഇതിനെല്ലാത്തിനും യഥാർത്ഥ ഉത്തരവാദി. ഈ സാഹചര്യം ഉണ്ടായത് നീ കാരണമാണ്. എപ്പോൾ വേണമെങ്കിലും നീ വിചാരിച്ചിരുന്നെങ്കിൽ സമാധാനം സാധ്യമായിരുന്നു. നീ വിചാരിച്ചിരുന്നെങ്കിൽ സഹോദരങ്ങൾക്കിടയിലുള്ള ശത്രുത ഇല്ലാതാക്കാമായിരുന്നു. പക്ഷെ നീ എപ്പോഴും പാണ്ഡവന്മാരുടെ കൂടെയാണ്. ആ പക്ഷത്ത് നിന്നുകൊണ്ട് നീ എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കി. നീ എൻ്റെ മക്കളെയെല്ലാം കൊന്നു. നിന്റെ യാദവ കുലത്തിനും ഇത്തരത്തിൽ തന്നെ അവസാനിക്കേണ്ടി വരും. നിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്ത് മരിക്കും. നിന്റെ കുലം നശിക്കും. എൻ്റെ മക്കളുടേത് അഭിമാനകരമായ മരണമാണ്, വീരമൃത്യുവാണ്, യുദ്ധഭൂമിയിലെ മരണമാണ്. എന്നാൽ നിനക്ക് ആ ഭാഗ്യമുണ്ടാവില്ല. നിന്നെ പലരും ഈശ്വരനായി കാണുന്നു. പക്ഷെ ആ നിനക്ക് ഒരു സാധാരണക്കാരൻ്റെ മരണമായിരിക്കും. എൻ്റെ മക്കളുടേതുപോലെ അഭിമാനകരമായൊരു മരണം നിനക്കുണ്ടാവില്ല. ഗാന്ധാരി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചു. കൃഷ്ണൻ പറഞ്ഞു, അമ്മ പറയുന്നതെല്ലാം നേരത്തെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്, നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. യാദവന്മാരെ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് നശിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ അവർ തമ്മിൽ യുദ്ധം ചെയ്ത് അവസാനിക്കുകയല്ലാതെ വേറെ എന്താണ് വഴി? പിന്നെ എൻ്റെ കാര്യം, മരണം എങ്ങനെ വന്നാലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഇവിടെ നിന്ന് പുറത്തു പോകേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാം. ശ്രീകൃഷ്ണനും യാദവന്മാരും ദ്വാരകയിലേക്ക് തിരിച്ചുപോയി. അത്ഭുതകരമായ ഒരു കാലഘട്ടമായിരുന്നു പിന്നീട് വന്നത്. ദ്വാരകയും യാദവന്മാരും രണ്ടും വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിൽ വളർന്നുകൊണ്ടേയിരുന്നു. അത്ഭുതകരമായ കാലമായിരുന്നു അത്. സമൃദ്ധിയുടെ കാലമായിരുന്നു അത്. സമൃദ്ധിയുടെ കാലം വന്നപ്പോൾ യാദവന്മാരുടെ സ്വഭാവം മാറി തുടങ്ങി. അവർ പഴയ കഥകളൊക്കെ മറന്നുപോയി. അവർ മദ്യപിക്കാൻ ആരംഭിച്ചു. ജീവിതത്തിലെ മൂല്യങ്ങൾ അവർക്ക് നഷ്ടമായി തുടങ്ങി. പറയുന്നത് പതുക്കെ പതുക്കെ എല്ലാ രാത്രിയിലും ദ്വാരകയിലെ പുരുഷന്മാർ മദ്യപിക്കാൻ തുടങ്ങിയെന്നാണ്. എല്ലാ രാത്രിയും മദ്യത്തിൻ്റെ രാത്രിയായിരുന്നു. സമൃദ്ധിയുടെ കാലം വന്നപ്പോൾ ശ്രീകൃഷ്ണൻ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് അവരെ മധുരയിൽ നിന്നും ദ്വാരകയിലേക്ക് എത്തിച്ചതെന്ന് അവർ മറന്നുപോയി. എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ദ്വാരക എന്ന നഗരം അവർ പണിഞ്ഞതെന്ന് അവർ മറന്നുപോയി. അടുത്തൊരു തലമുറ കൂടി വന്നപ്പോൾ കാര്യങ്ങളുടെ സ്ഥിതി കൂടുതൽ മോശമായി. അങ്ങനെയിരിക്കെ ദ്വാരകയിൽ ഒരു സംഘം സന്യാസിമാരെത്തി. സന്യാസിമാരെ കാണാൻ സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ തന്നെ മകൻ സാംബ ചെന്നു. സാംബ പക്ഷെ പോകുന്നത് സാധാരണ വേഷത്തിലല്ല, ഒരു സ്ത്രീയുടെ വേഷത്തിലാണ്. ഗർഭിണിയായ സ്ത്രീയുടെ വേഷത്തിൽ. സന്യാസിമാരെ കളിയാക്കുക എന്നുള്ളതാണ് സാംബയുടെ ഉദ്ദേശം. സാംബ സന്യാസിമാരുടെ അടുത്തെത്തി. എന്നിട്ട് ചോദിച്ചു, പറയൂ, ഞാൻ പ്രസവിക്കാൻ പോകുന്നത് ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ? സന്യാസിമാർക്ക് ഒരുപാട് ദേഷ്യം വന്നു.
അവർ പറഞ്ഞു, ഞങ്ങളെ ശല്യം ചെയ്യാൻ, ഞങ്ങളെ ഉപദ്രവിക്കാൻ, ഞങ്ങളെ മണ്ടനാക്കാൻ വന്നതാണോ നീ? എങ്കിൽ നീ കേട്ടോളൂ, നീ പ്രസവിക്കും, തീർച്ചയായിട്ടും പ്രസവിക്കും. ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ അല്ല, ഒരു ഗതയെ, ഒരു ഇരുമ്പ് ഗതയെ. ആ ഗത കൊണ്ട് നിന്റെ കുലം നശിക്കും. ഇവിടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. സാമ്പയെക്കുറിച്ച് നിങ്ങളെ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. സാമ്പ ശ്രീകൃഷ്ണൻ്റെ മകനാണ്. കാഴ്ചയിൽ ശ്രീകൃഷ്ണനെ പോലെയാണ് സാമ്പ ഇരിക്കുന്നത്. അതിന് അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു. വേറെയും ചില ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ സാമ്പയ്ക്കുണ്ട്. സാമ്പ ജനിക്കുന്നതിന് മുമ്പ് ശ്രീകൃഷ്ണൻ മഹാദേവനെ ധ്യാനിച്ചതായി പറയുന്നു. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, പ്രപഞ്ചത്തിന് 3 എനർജിയാണുള്ളത്. ഒന്ന് സൃഷ്ടിയുടെ എനർജി, ഒന്ന് പരിപാലനത്തിൻ്റെ എനർജി, ഒന്ന് സംഹാരത്തിൻ്റെ എനർജി. ബ്രഹ്മ, വിഷ്ണു, മഹേശ എന്ന് നമ്മൾ ഇതിനെ വിളിക്കുന്നു. ത്രിമൂർത്തികൾ. 3 എനർജികളാണിത്. ഒരു എനർജി പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ മറ്റൊരു എനർജി പ്രപഞ്ചത്തെ സൂക്ഷിക്കുന്നു. മൂന്നാമത്തെ എനർജി പ്രപഞ്ചത്തെ നശിപ്പിക്കുന്നു. നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ മോശമായി കാണരുത്. പഴയത് നശിച്ചാൽ മാത്രമേ പുതിയതിന് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ശിവൻ എന്നാൽ സംഹാരത്തിൻ്റെ ദേവനാണ്. പ്രപഞ്ചത്തിൽ തന്നെ സംഹാരം, പ്രപഞ്ചത്തെ തന്നെ നശിപ്പിക്കുക, അതാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി. ഇവിടെ അതിൻ്റെ പ്രാധാന്യം എന്താണ്? ശ്രീകൃഷ്ണൻ സാമ്പ ജനിക്കുന്നതിന് മുമ്പ് ശിവനെയാണ് ധ്യാനിക്കുന്നത്. സാമ്പയിലൂടെയാണ് യാദവ കുലത്തിൻ്റെ നാശം തുടങ്ങുന്നത്. ഒരു കുലത്തെ നശിപ്പിക്കാൻ ശിവന്റെ സംഹാരം എന്ന എനർജി ആവശ്യമാണ്. അതുകൊണ്ടാണത്രേ ശ്രീകൃഷ്ണൻ ശിവനെ തന്നെ ധ്യാനിച്ചതെന്ന് പറയുന്നു. ഇങ്ങനൊരു വെർഷൻ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും ശ്രീകൃഷ്ണൻ ശിവൻ സാംബശിവൻ എന്ന രൂപത്തിലാണ് ദർശനം കൊടുത്തത്. സാംബശിവൻ എന്ന പേര് നിങ്ങളും കേട്ട് കാണും. അതുകൊണ്ട് തന്നെയാണ് ശ്രീകൃഷ്ണൻ സ്വന്തം മകന് സാംബ എന്ന പേര് വെച്ചത്. ഇനി നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. സന്യാസിമാർ പറഞ്ഞത് സത്യമായി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സാംബ പ്രസവിച്ചു ഒരു ഇരുമ്പ് ഗതയെ. തൻ്റെ കുലം ഇതുകൊണ്ട് നശിക്കുമോ എന്ന് പേടിച്ചത് സാംബ ആ ഇരുമ്പ് ഗതയെ പൊടിക്കാൻ ശ്രമിച്ചു, പൗഡറാക്കാൻ നോക്കി. സാംബ അതിൽ വിജയിച്ചു. പക്ഷെ ഒരു കഷ്ണം, ഒരൊറ്റ പീസ് മാത്രം എത്ര ശ്രമിച്ചിട്ടും പൊടിക്കാൻ സാധിച്ചില്ല. പൊടിയാത്ത ആ ഇരുമ്പ് കഷ്ണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സാംബ പൊടിച്ച ഇരുമ്പ് പൊടിയെല്ലാം കടലിലേക്ക് വലിച്ചെറിഞ്ഞു. പൊടിയാത്ത ആ ഇരുമ്പ് കഷ്ണം കടൽ തീരത്ത് തന്നെ ഉപേക്ഷിച്ചു. എന്നിട്ട് അവിടുന്ന് പോയി. ആ വഴി വന്ന വേട്ടക്കാരൻ കടൽ തീരത്ത് കിടക്കുന്ന ഇരുമ്പ് കഷ്ണം കണ്ടു. ഇത് ഒരു അമ്പിൻ്റെ മുനയായാൽ വളരെ നന്നായിരിക്കുമെന്ന് അയാൾക്ക് തോന്നി. അയാൾ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. കടലിനൊരു സ്വഭാവമുണ്ട്. കടലിലേക്ക് എന്തെറിഞ്ഞാലും അത് കടൽ തിരിച്ചു തരും. അത് തന്നെ ഇവിടെയും സംഭവിച്ചു. കടലിലേക്ക് എറിഞ്ഞ എല്ലാ ഇരുമ്പ് പൊടിയും തീരത്തിലേക്ക് കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നിടത്ത് ഒരു ചെടി വളരുന്നുണ്ടായിരുന്നു. ഒരു വള്ളിച്ചെടിയായിരുന്നു അത്. ദ്വാരകയിൽ ഓരോ ദിവസം പോകുന്തോറും കാര്യങ്ങളുടെ സ്ഥിതി കൂടുതൽ മോശമായിക്കൊണ്ടേയിരുന്നു. എല്ലാ രാത്രിയും മദ്യത്തിൻ്റെ രാത്രിയാണ്. എല്ലാ രാത്രിയിലും പുരുഷന്മാർ കൂട്ടമായിരുന്നു മദ്യപിക്കുകയാണ്. മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ബോധമില്ല. അതുമാത്രമല്ല, മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാർ പറയുന്നത് എന്നും പറയുന്ന കാര്യങ്ങളാണ്, പഴഞ്ചൻ കഥകളാണ്. പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. എല്ലാ രാത്രിയിലും മദ്യപിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്, മഹാഭാരത യുദ്ധം. ഓരോരുത്തരും പൊങ്ങച്ചം പറയുന്ന സമയമാണിത്. ഒരാൾ പറയും, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. മറ്റൊരാൾ പറയും, അതിനേക്കാളും വലിയ കാര്യങ്ങൾ ഞാൻ യുദ്ധത്തിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരാൾ മറ്റൊരാളെക്കാൾ വലുതാണെന്ന് വരുത്തി തീർക്കാൻ എല്ലാ രാത്രിയിലും ഇവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ബഹളങ്ങളൊക്കെ വളരെ നോർമലായിരുന്നു. പക്ഷെ ഒരു രാത്രി കാര്യങ്ങൾ കൈവിട്ടുപോയി. പറയുന്നത് ബഹളം തുടങ്ങുന്നത് സത്യകയും കൃതവർമ്മനുമാണെന്നാണ്. കൃതവർമ്മൻ കൗരവന്മാരുടെ കൂടെ നിന്ന ആളാണ്. സത്യകി പറഞ്ഞത് ഇതാണ്, നീ കൗരവന്മാരുടെ കൂടെ നിന്നാണ്. നീ ഇന്ന് ജീവനോടിരിക്കാൻ കാരണം നീ ഭീരുമായതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നിന്റെ തല ഞാൻ എടുത്തേനെ. കൃതവർമ്മന് മറുപടി കൊടുത്തു, എനിക്കറിയാം നിനക്ക് ആരുടെ തല എടുക്കാൻ സാധിക്കുമെന്ന്. ഒരു വൃദ്ധൻ്റെ, യോദ്ധാവാണ് പോലും. ഈ തർക്കം വഴക്കായി.
വഴക്ക്, തല്ലായി. പറയുന്നത് ഇങ്ങനെയാണത്രേ യാദവന്മാർ തമ്മിൽ തല്ലാൻ തുടങ്ങിയത്. പക്ഷെ ആ തല്ല് വളരെ പെട്ടെന്ന് തന്നെ ഒരു യുദ്ധമായി മാറി, ഒരു ആഭ്യന്തര യുദ്ധം. ശ്രീകൃഷ്ണനും ബലരാമനും ഇത്തരത്തിലൊരു സാഹചര്യം ഇന്നല്ലെങ്കിൽ നാളെ വരുമെന്ന് നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് നഗരത്തിലുള്ള എല്ലാ ആൾക്കാരുടെ കയ്യിൽ നിന്നും അവർ ആയുധങ്ങൾ പിടിച്ചു വാങ്ങിച്ചിരുന്നു. ആരുടെ കയ്യിലും ആയുധങ്ങളില്ല. അതുകൊണ്ട് അവർ കൈകൊണ്ടാണ് തല്ലിക്കൊണ്ടിരുന്നത്. പിന്നെ അവർ കൈ കിട്ടുന്നതെല്ലാം വെച്ച് തല്ലാൻ തുടങ്ങി. കമ്പ്, വടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കടൽ തീരത്തുള്ള വള്ളിച്ചെടികൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. സാമ്പ പൊടിച്ചിട്ട് പോയ ഇരുമ്പ് പൊടികൾ കടലിലേക്ക് എറിഞ്ഞിരുന്നു. കടലത് തിരിച്ച് തീരത്തേക്ക് കൊണ്ടുവന്നിരുന്നു. ഇരുമ്പ് പൊടികൾ ചെടിയുമായി ഒന്നായിരുന്നു. ചെടി അതും കൂടെ ചേർന്നാണ് വളർന്നിരിക്കുന്നത്. പറയുന്നത് ആ ചെടിയുടെ വള്ളികൾക്ക് ഉരിക്കുന്ന ബലമായിരുന്നു എന്നാണ്. യാദവന്മാർ ഈ വള്ളികളെല്ലാം എടുത്തു. അവർ തമ്മിൽ യുദ്ധം ചെയ്ത് മരിച്ചു. അവിടെ മുഴുവൻ പുരുഷന്മാരുടെ ശവങ്ങളായിരുന്നു. ആ കുലം തന്നെ നശിച്ചിരിക്കുന്നു. യാദവ കുലത്തിൽ ഇനി പുരുഷന്മാർ പേരിന് മാത്രമേ ബാക്കിയുള്ളൂ. പറയുന്നത് ആ നഗരം മുഴുവൻ കരച്ചിലെ ശബ്ദം കൊണ്ട് നിറഞ്ഞു എന്നാണ്. മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ, ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യമാരുടെ, അച്ഛനെ നഷ്ടപ്പെട്ട മക്കളുടെ. യാദവന്മാർ തമ്മിൽ തല്ലി തീർന്നിരിക്കുന്നു. ഈ കാഴ്ചകൾ കാണാനും സഹിക്കാനും ബലരാമന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് വിഷമത്തോടെ ബലരാമൻ അദ്ദേഹത്തിൻ്റെ ശരീരം ഉപേക്ഷിച്ചു. പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരം ഉപേക്ഷിച്ചപ്പോൾ ഒരു നാഗമായി മാറിയെന്നാണ്. അനന്തനെന്നും ആദിശേഷനെന്നും ഒക്കെ വിളിക്കുന്ന നാഗം. പറയുന്നത് ഈ നാഗത്തിൻ്റെ മുകളിലാണ് മഹാവിഷ്ണു കിടക്കുന്നതെന്നാണ്. ശ്രീകൃഷ്ണനും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹവും അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടു. അദ്ദേഹത്തിൻ്റെ സ്വന്തം മക്കളായ പ്രദ്യുമ്നൻ, സാമ്പ, മറ്റ് ബന്ധുക്കൾ, യാദവകുലം മുഴുവൻ തമ്മിൽ യുദ്ധം ചെയ്യുന്ന കാഴ്ച അദ്ദേഹവും കണ്ടു. ഒരല്പം വിഷമം ഉണ്ടായിരുന്നിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അദ്ദേഹം പുഞ്ചിരിച്ചു. കാരണം കാര്യങ്ങളെല്ലാം നടക്കേണ്ട രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. ശ്രീകൃഷ്ണൻ അവിടെ നിന്നും പോയി. നടന്ന് അദ്ദേഹം ഒരു മരത്തിൻ്റെ താഴെ വന്നിരുന്നു. ഇതേ സമയം ആ വനത്തിൽ ഒരു വേട്ടക്കാരനും ഉണ്ടായിരുന്നു. ഈ വേട്ടക്കാരനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരുപാട് നാളുകൾക്ക് മുമ്പ് സാമ്പ ഒരു ഇരുമ്പ് ഗദ പ്രസവിച്ചപ്പോൾ ആ ഇരുമ്പ് ഗദയെ പൊടിച്ചപ്പോൾ അതിലൊരു കഷ്ണം മാത്രം പൊടിയുന്നുണ്ടായിരുന്നില്ല. അത് സാമ്പ കടൽ തീരത്ത് തന്നെ ഉപേക്ഷിച്ചിരുന്നു. അത് ഈ വേട്ടക്കാരനാണ് എടുത്തിരുന്നത്. അന്നെടുത്ത ആ ഇരുമ്പ് കഷ്ണം കൊണ്ട് ഈ വേട്ടക്കാരൻ ഒരു മാനിനെ നോക്കി അമ്പെയ്തു. പക്ഷേ അയാൾ അറിഞ്ഞിരുന്നില്ല ആ മാൻ ശ്രീകൃഷ്ണൻ്റെ കാലാണെന്ന്. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അയാൾ ആ അമ്പെയ്തത്. അമ്പ് വന്ന് കാല് തറച്ചപ്പോൾ ശ്രീകൃഷ്ണൻ ഒരല്പം ഒന്ന് ഞെട്ടി. പിന്നീട് അദ്ദേഹം പുഞ്ചിരിച്ചു. പറയുന്നത് വേട്ടക്കാരൻ ശ്രീകൃഷ്ണനെ കാണാൻ വന്നു എന്നാണ്. അദ്ദേഹം മാപ്പ് പറഞ്ഞു എന്നാണ്. ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു എന്നാണ്. ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചു. അദ്ദേഹം കണ്ണുകളടച്ചു. കൃഷ്ണൻ പോയി.